ഇന്നിപ്പോൾ ചൊവ്വാഴ്ച ദിവസമാണല്ലോ, പാലക്കാട് പൊതുവെ പബ്ലിക്കിനെ സ്വീകരിക്കുന്ന ദിവസമാണ്. ഞാനിവിടെ ഉണ്ടാവുന്നുള്ള ധാരണയ്ക്കായിരിക്കാം അൻവർ ഇവിടെ വന്നു കണ്ടു. അദ്ദേഹത്തെ ജയമോചിതനായിട്ടാണ് മുമ്പിൽ പോകും. വേറെ കാര്യമായിട്ടൊന്നും ഉണ്ടായില്ല. UDF-ലേക്ക് എന്നുള്ള ചർച്ചകളൊക്കെ നടക്കുന്നതിൽ അദ്ദേഹം മാത്രം താല്പര്യം പ്രകടിപ്പിക്കുകയും ചെയ്തു. ആ ഘട്ടത്തിലാണ് UDF പ്രബല കക്ഷിയായിട്ടുള്ള ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ്റെ വീട്ടിലേക്ക് എത്തുന്നത്. അതൊക്കെ രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങളാണ്. UDF വിശദമായി ചർച്ച ചെയ്യേണ്ടതുണ്ട്. UDF ആ കാര്യത്തിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കുകയും ചെയ്യും. അപ്പോൾ അയാൾ ഉയർത്തിപ്പിടിക്കുന്ന പ്രശ്നത്തിൽ UDF-ന് എതിർപ്പൊന്നുമില്ല. കാരണം ഇപ്പോൾ വന നിയമത്തിൻ്റെ ഭേദഗതി കുറച്ച് സങ്കീർണമാണ്. അവിടെ ഒരു മനുഷ്യപരമായിട്ട് സമീപനം ഉണ്ടായിരിക്കണം. ആ നിയമം നടത്തി വരുമ്പോൾ സാധാരണ ജീവിതത്തിൽ വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കുമെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ആ നിലക്കാണ് അൻവർ സമരം നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഉയർത്തുന്ന ആ പ്രശ്നങ്ങൾ, അപ്പോൾ പുതിയ വന നിയമ ഭേദഗതി അത് സർക്കാർ ഒന്നുകൂടി പുനരാലോചിക്കേണ്ടതുണ്ട്. അതിന് വരുന്ന സങ്കീർണതകൾ അത് പരിഹരിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ അത് സോഷ്യൽ ലൈഫിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും എന്ന് ഞങ്ങൾക്ക് തോന്നുന്നു. അദ്ദേഹം അത് കേരളത്തിൽ ജനങ്ങൾ മുഴുവൻ ആഗ്രഹിക്കുന്നതെന്നാണ് എൻ്റെ അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിൽ വരണം. അപ്പോൾ അതിന് എന്തെല്ലാമാണോ ചെയ്യേണ്ടത് അത് UDF ചെയ്യും. അത് UDF-ന്റെ കടമയാണല്ലോ. UDF ഇനിയും 10 വർഷം അധികാരത്തിൽ വിട്ടുനിൽക്കുകയാണ്. ഇനിയും UDF-ന് അധികാരത്തിൽ വിട്ടിരിക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ അധികാരത്തിൽ വരാനുള്ള രാഷ്ട്രീയമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും UDF തീരുമാനിക്കും. പല ഘട്ടത്തിൽ അൻവറിനെ മുന്നോട്ടെടുക്കാനുള്ള ചർച്ചകൾ നടന്നു, ഡൽഹിയിലടക്കം ചർച്ചകൾ നടന്നു എന്നൊക്കെയായിരുന്നു വാർത്തകൾ. അത്തരത്തിൽ പെട്ടെന്ന് സാധ്യമാവുന്ന ഒരു കാര്യമാണ്. അൻവർ എന്നുള്ള വിഷയം മാത്രമല്ലല്ലോ, UDF-ന് ശക്തിപ്പെടുത്തി ഒരുപാട് ഘടകങ്ങളുണ്ട്. അതെല്ലാം UDF ചർച്ച ചെയ്ത് ഈ വന്യമൃഗ ചിഹ്നത്തിലെ ലീഗിൻ്റെ ഒരു സപ്പോർട്ട് ആവശ്യപ്പെട്ടു. ഇപ്പോൾ അത് അൻവറിൻ്റെ ആവശ്യം മാത്രമല്ല, അവിടെ ആ ഭാഗത്ത് ജീവിക്കുന്ന ജനങ്ങളുടെ മുഴുവൻ ആവശ്യമാണ്. അപ്പം വയനാട് തുടങ്ങി, വയനാട്ടിൽ നമ്മുടെ നിലമ്പൂർ, അതുപോലെ ഇടുക്കി, റെയിൽവേജ് മേഖലയിൽ അവിടെയൊക്കെ ഈ വനനിയമത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ ബാധിക്കുന്ന ഈ പശ്ചാത്തലത്തിൽ ഗവൺമെൻറ് കുറച്ചും കൂടി അഭിപ്രായത്തോടെ കാര്യങ്ങൾ പരിഗണിക്കണം എന്നാണ്. ഞാൻ പറഞ്ഞില്ല, അടുത്ത ഇലക്ഷനിൽ UDF-ന് ശക്തിപ്പെടേണ്ടതുണ്ട്. അതിൻ്റെ കാര്യങ്ങളൊക്കെ UDF ചെയ്യും. അതെ, തളരുന്നവരെ സഹായിക്കുന്നവരാണ്. ആ നിലക്ക് പാണക്കാട് തങ്ങളെ വ്യക്തിപരമായി കണ്ട് ഈ മലയോര ജനതയുടെ അവരുടെ ഇന്നത്തെ അവസ്ഥക്ക് പാണക്കാട് തറവാടിൻ്റെ ബഹുമാനപ്പെട്ട തങ്ങളുടെ നേതൃത്വത്തിലുള്ള ആ മുഴുവൻ ആളുകളുടെയും ധാർമ്മിക പിന്തുണ ആവശ്യപ്പെടാൻ വേണ്ടിയിട്ടാണ് വന്നത്. പൂർണ്ണമായിട്ടും അതിനെ സഹായിക്കാനും ഈ പറയുന്ന മലയോര മേഖലയിലെ ജനങ്ങളുടെ ഈ വിഷയങ്ങൾ അതിനുള്ള ധാർമ്മികമായ പിന്തുണയും സഹായവും അദ്ദേഹം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അത് ഉദ്ദേശിച്ചാണ് വന്നത്. ആ ജനതയുടെ വികാരത്തോടൊപ്പം നിൽക്കാൻ അദ്ദേഹം ഉണ്ടാകും എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. UDF-ലേക്കുള്ള ഒരു പ്രവേശനത്തിലുള്ള പിന്തുണ കൂടിയാവും. UDF-യുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ഇപ്പോൾ ചർച്ച ചെയ്തിട്ടില്ല. ഒരു കാര്യം ചർച്ച ചെയ്തിട്ടില്ല. ഞാൻ ജനങ്ങൾ അനുഭവിക്കുന്ന ഈ മലയോര വിഷയങ്ങൾ, വന്യമൃഗശല്യം, ഇപ്പോൾ നിയമസഭയിൽ വരാൻ പോകുന്ന ഈ നിയമ ഭേദഗതി, ആ ഭേദഗതിയെ എതിർത്ത് തോൽപ്പിക്കേണ്ടതുണ്ട്. അതിന് UDF-ലെ പ്രധാന ഘടകകക്ഷി എന്ന നിലക്ക് മുസ്ലിം ലീഗ് ആ നേതൃത്വം ആ ബില്ലിനെ എതിർക്കാനുള്ള നിലപാട് സ്വീകരിക്കണം. ഈ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. UDF-ലേക്ക് പോകാൻ ശ്രമിക്കില്ലെങ്കിൽ UDF-ന്റെ പ്രവർത്തകനായി തുടരും എന്നൊക്കെ ഇന്ന് രാവിലെ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നല്ലോ. സ്വാഭാവികമായി അത്ര ഘട്ടത്തിൽ ആ നീക്കത്തിലേക്കുള്ള ഒരു പിന്തുണ കൂടി, അതിലൊന്നും ഒരു മാറ്റമില്ല. പിന്തുണ കൂടി ലീഗിൻ്റെ ഭാഗത്തുനിന്നും സാധിക്കും തങ്ങളുടെ ഭാഗത്തുനിന്നൊക്കെ ഉണ്ടാകുന്നു. സ്വാഭാവികമായിട്ടും ഈ നാടിന് നന്മ ആഗ്രഹിക്കുന്ന എല്ലാവരും അത് പിന്തുണക്കുമല്ലോ. അത് UDF നേതൃത്വം ചേർന്ന് തീരുമാനിക്കേണ്ട വിഷയമാണ്. ഇനിയിപ്പോൾ കോൺഗ്രസിൻ്റെ ലീഡേഴ്സിനെ കാണുന്നുണ്ട്, മറ്റു ഘടകകക്ഷികളെ കാണുന്നുണ്ട്, പ്രതിപക്ഷ നേതാവിനെ കാണുന്നുണ്ട്, തിരുമേനിമാരെ കാണുന്നുണ്ട്, കർഷക സംഘടനാ നേതാക്കളെ കാണുന്നുണ്ട്. ഇതിലൊരു കോർഡിനേഷൻ ഈ വിഷയത്തിൽ ഉണ്ടാക്കുക, പിണറായി സർക്കാരിനെ താഴെ ഇറക്കുക, ഈ ഒരൊറ്റ ഉദ്ദേശമേ ഉള്ളൂ. അതാണ് ചർച്ച ചെയ്തിട്ടുള്ളത്. UDF-ൽ ഞങ്ങൾ പ്രവേശിക്കണോ വേണ്ടേ എന്നതൊക്കെ UDF നേതൃത്വം ആലോചിച്ചിട്ടാണ് തീരുമാനിക്കുന്നത്. സ്വാഭാവികമായിരിക്കും, അത് ചർച്ച ചെയ്യട്ടെ. അപ്പോൾ ഞാനിപ്പോൾ നിലനിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾ, നിലനിൽക്കുന്ന മലയോര മേഖലയിലെ പ്രശ്നങ്ങൾ, വരാനിരിക്കുന്ന ബില്ലിൻ്റെ അതിൻ്റെ അതുകൊണ്ട് കേരളത്തിലെ ജനതയ്ക്കുണ്ടാകുന്ന ദുരന്തം, ഈ 3 കാര്യങ്ങളാണ് സംസാരിച്ചത്. തീർച്ചയായിട്ടും എല്ലാവരും കാണും. ഈ ആഴ്ച എല്ലാവരും കാണും. എല്ലാ പ്രധാനപ്പെട്ട ലീഡേഴ്സിനെയും
അതുപോലെ തന്നെ മതസാമുദായിക നേതാക്കളെ എല്ലാവരെയും കാണുന്നുണ്ട്. കാരണം ഈ വിഷയത്തിൽ എല്ലാവരുടെയും പിന്തുണ വേണം. ഈ വിഷയം ഇവിടെ ഉണ്ടാക്കി കൊണ്ടുവരുന്നത് ഗവൺമെൻറ്റാണ്. അപ്പം ഇതൊരു ജനകീയ പ്രശ്നമായതുകൊണ്ട് ഇവിടുത്തെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൻ്റെ അതുപോലെ തന്നെ സാമുദായിക നേതാക്കളുടെ മുഴുവൻ പിന്തുണയും ഉണ്ടെങ്കിലേ നമുക്കിത് തടുക്കാൻ കഴിയുള്ളൂ. സഭയിൽ ഇത് വന്ന് ചർച്ച ചെയ്താൽ ഇത് പാസ്സാകും. ഞാൻ പറയുന്നത് സഭയിൽ ഇത് വരരുത്, ഇത് പിൻവലിക്കണമെന്നാണ്. ആ പിൻവലിക്കാനുള്ള നിലപാടുണ്ടാകണമെങ്കിൽ ഇവരൊക്കെ ഒരുമിച്ച് നിൽക്കുകയും ഇതിനെതിരെ ശക്തമായ ജനരോക്ഷമുണ്ടാകുകയും ചെയ്തെങ്കിൽ മാത്രമേ ഒരുപക്ഷെ ഗവൺമെൻറ് അത് പരിഗണിക്കുള്ളൂ. അല്ലെങ്കിൽ തീരെ പരിഗണിക്കില്ല, പാസ്സായി പോകും. UDF-ന്റെ ഒരു പ്രധാന നേതാവാണ് സാദിഖ് ശിഹാബ് തങ്ങൾ. അദ്ദേഹത്തോട് സ്വാഭാവികമായിട്ടും അസോസിയേറ്റ് ചെയ്യാനുള്ള ഒരു താല്പര്യം താങ്കൾ സംസാരിച്ചില്ലേ? അല്ല, തീർച്ചയായിട്ടും അസോസിയേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടല്ലോ. UDF-മായി അസോസിയേറ്റ് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. UDF-ലെ ഭാഗമായിട്ടില്ലെങ്കിലും അസോസിയേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. എന്താ വിഷയം? വിഷയം ഈ 1,30,30,00,000 ജനങ്ങളുടെ നേർക്കുനേരെയുള്ള വിഷയമാണ്. ആ നിലയ്ക്ക് അതിനെ കാണേണ്ടതുള്ളൂ. അല്ലാതെ മറ്റുള്ള രാഷ്ട്രീയ കാര്യത്തിൻ്റെ പ്രസക്തിയേക്കാൾ 17-ാം തീയതി സഭ ആരംഭിക്കുകയാണ്. ഇനി ദിവസങ്ങളേ ഉള്ളൂ. അപ്പോൾ അവിടെ ഒരു ശക്തമായ ഇടപെടൽ, ഒരു ജനരോക്ഷം ഒറ്റക്കെട്ടായിട്ട് രാഷ്ട്രീയം മറന്ന് കേരളത്തിലുണ്ടാവണം. അത്രേ ഉദ്ദേശമുള്ളൂ. എങ്ങനെ ഞാനങ്ങനെ പറഞ്ഞില്ലല്ലോ. തങ്ങളങ്ങനെ പറഞ്ഞോ? അടുത്ത തവണ ജയിക്കാനല്ല, അടുത്ത തവണ പിണറായിയെ തോൽപ്പിക്കാൻ ഇതിനുള്ള എല്ലാ വഴികളും തേടും. ഇതിനൊരു തർക്കമില്ല. ആ വഴിയിലുള്ള ഓട്ടത്തിലാണ് ഈ യാത്ര. അല്ല, അതിൻ്റെ നേരമല്ലല്ലോ. ഞാൻ പറഞ്ഞില്ല, ന്യൂസ് 18 ചെറിയ കുഴപ്പം കുറേയായിട്ട് തുടങ്ങിയല്ലോ. ഇവിടെ രാഷ്ട്രീയമല്ല പ്രശ്നം എന്ന് ആവർത്തിച്ച് പറയുമ്പോഴും താങ്കൾ രാഷ്ട്രീയമാണല്ലോ ചോദിക്കുന്നത്. ഇവിടെ ജനങ്ങൾ അനുഭവിക്കുന്ന ഒരു ദുരന്തത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അതിനെക്കുറിച്ച് വല്ലതും ഉണ്ടെങ്കിൽ ഇപ്പോൾ പറയാം. ഇതേ ഒരു കാര്യം, നമുക്ക് രാഷ്ട്രീയം പറയാൻ വേറെ സ്ഥലത്തേക്ക് പോവാം. ഞാനിവിടെ രാഷ്ട്രീയം പറയാൻ വന്നതല്ല. ഇവിടെ ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തിന് അതൊക്കെ വേറെ അത് പറയേണ്ട ഒരു വീടല്ല ഇത്. മനസ്സിലായില്ലേ? രാഷ്ട്രീയം നമുക്ക് ഇഷ്ടം പോലെ പറയാൻ സ്ഥലമുണ്ട്. അത് നമുക്ക് ആ സമയത്ത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ടല്ലോ. ഇവിടെ വന്ന വിഷയം ഇതാണ്. അതുകൊണ്ട് ഇവിടെ നമുക്ക് ചുരുക്കാം. ഇത്രയേ ഉള്ളൂ. സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മക്കുറിപ്പാകണം. പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ. സഫ ജ്വല്ലറി, പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം.